രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു. അദ്ദേഹത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സാമാന്യ മര്യാദ, പക്ഷേ ഈ സന്ദർഭത്തിൻ്റെ വിശകലനത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. കേരളം പിടിക്കാൻ പല പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും നടത്തി പരാജയപ്പെട്ട ബി.ജെ.പിയുടെ പുതിയ ഗെയിം പ്ലാൻ ആണ് ഈ നേതൃമാറ്റം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. തീവ്രവർഗീയതയുടെയും കടുത്ത വിദ്വേഷത്തിൻ്റെയും ആയ രാഷ്ട്രീയം കൈയാളുന്നു എന്ന പ്രതിച്ഛായ ബി.ജെ.പിക്കുണ്ട്. ആ രാഷ്ട്രീയ മുഖത്തിനുമേൽ എടുത്തണിയാവുന്ന കാണാൻ ചേലുള്ള മുഖം മൂടി ആയാണ് ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖരെ കാണുന്നത്. എന്നാൽ ബി.ജെ.പിയുടെ ഉത്തരേന്ത്യൻ നേതൃത്വം ഗണിക്കുന്നത് പോലെ കേരളത്തിലെ മധ്യവർഗത്തെയും യുവതീ യുവാക്കളെയും ഒക്കെ ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മാരീച വേഷത്തിന് കഴിയുമോ? കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് കക്ഷി രാഷ്ട്രീയത്തിലെത്തിയ, രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ബിസിനസ് കൂടി കൊണ്ടു നടക്കുന്ന ഈ ബഹുസഹസ്ര കോടീശ്വരനെ രാഷ്ട്രീയ സാക്ഷര കേരളം തിരിച്ചറിയില്ലേ? രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെക്കുന്ന കോർപ്പറേറ്റ് തന്ത്രങ്ങൾ ഉൾച്ചേർന്ന സത്യോത്തരകാല രാഷ്ട്രീയത്തിൻ്റെ മായായുദ്ധം കേരളത്തിൽ ഏശുമോ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാവികാല നേതൃത്വ ശൈലിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ദിവസത്തെ ട്വീറ്റും പ്രസംഗവും നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്?